ശ്രീരാമജയം. ഇന്ന് വാത്മീകി രാമായണം ബാലകാണ്ഡം 33-ാം സർഗം വായിക്കാം. തസ്യ തദ്വചനം ശ്രുത്വാ കുശനാഭസ്യ ധീമത ശിരോഭിശ്ചരണൗ സ്പൃഷ്ട്വാ കന്യാശതമഭാഷത. വായുഃ സർവാത്മകോ രാജൻ പ്രദർശയിതുമിച്ഛതി അശുഭം മാർഗമാസ്ഥായ ന ധർമ്മം പ്രത്യവേക്ഷത്തെ. പിതൃമത്യസ്മ ഭദ്രം തേ സ്വച്ഛന്ദേന വയം സ്ഥിതാ പിതരം നോ വൃണീഷ്വത്വം യദി നോ ദാസ്യത്തെ തവ. തേന പാപാനുബന്ധേന വചനം ന പ്രതീച്ഛത. ഏവം ബ്രുവന്ത്യ സർവാസ്മ വായുനാഭിഹതാ ഭൃശം. താസാം തു വചനം ശ്രുത്വാ രാജാ പരമധാർമ്മിക പ്രത്യുവാച മഹാതേജ കന്യാശതമനുത്തമം. ക്ഷാന്തം ക്ഷമാവതാം പുത്ര്യ കർത്തവ്യം സുമഹത്കൃതം. ഐകമത്യമുപാഗമ്യ കുലം ചാവേക്ഷിതം മമ. അലങ്കാരോ ഹി നാരീണാം ക്ഷമാതു പുരുഷസ്യ വാ. ദുഷ്കരം തచ్చ വൈക്ഷാന്തം ത്രിദശേഷു വിശേഷത. യാദൃശീവ ക്ഷമാ പുത്ര്യ സർവാസാമവിശേഷത. ക്ഷമാദാനം ക്ഷമാത് സത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാ. ക്ഷമായശഃ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ടിതം ജഗത്. വിസൃജ്യ കന്യാകാകുത്സ്ഥ രാജാ ത്രിദശ വിക്രമ. മന്ത്രജ്ഞോ മന്ത്രയാമാസ പ്രധാനം സഹ മന്ത്രിഭിः. ദേശേ കാലേ ച കർത്തവ്യം സദൃശേ പ്രതിപാദനം. ഏതസ്മിന്നേവ കാലേ തു ചൂലീ നാമ മഹാദ്യുതി. ഊർധ്വരേതാശുഭാചാരോ ഭ്രാമം തപ ഉപാഗമത്. തപസ്യന്തമൃഷിം തത്ര ഗന്ധർവീ പര്യുപാസത്തെ. സോമദാ നാമ ഭദ്രം തേ ഊർമിളാ തനയാ തദാ. സാ ച തം പ്രണതാ ഭൂത്വാ ശുശ്രൂഷണപരായണാ. ഉവാസകാലേ ധർമ്മിഷ്ഠാ തസ്യാസ്തുഷ്ടോ ഭവദ്ഗുരു. സ ച താം കാലയോഗേന പ്രോവാച രഘുനന്ദന. പരിതുഷ്ടോസ്മി ഭദ്രം തേ കിം കരോമി തവ പ്രിയം. പരിതുഷ്ടം മുനിം ജ്ഞാത്വാ ഗന്ധർവീ മധുരസ്വരം. ഉവാച പരമപ്രീതാ വാക്യജ്ഞാ വാക്യകോവിദം. ലക്ഷ്മ്യാ സമുദിതോ ബ്രാഹ്മ്യ ബ്രഹ്മഭൂതോ മഹാതപാ. ബ്രാഹ്മേണ തപസാ യുക്തം പുത്രമിച്ഛാമി ധാർമ്മികം. അപതിശ്ചാസ്മി ഭദ്രം തേ ഭാര്യാ ചാസ്മി ന കസ്യചിത്. ബ്രാഹ്മണോപഗതായാശ്ച ദാതുമർഹസി മേ സുതം. തസ്യാ പ്രസന്നോ ബ്രഹ്മർഷിർ ദദൗ ബ്രാഹ്മമനുത്തമം. ബ്രഹ്മദത്ത ഇതി ഖ്യാതം മാനസം ചൂലിനഃ സുതം. സ രാജാ ബ്രഹ്മദത്തസ്തു പുരീമധ്യവസത്തദാ. കാംപില്യാം പരയാ ലക്ഷ്മ്യാ ദേവരാജോ യഥാ ദിവം. സബുദ്ധിം കൃതവാൻ രാജാ കുശനാഭസുധാർമ്മിക. ബ്രഹ്മദത്തായ കാകുത്സ്ഥ ദാതും കന്യാശതം തദാ. തമാഹൂയ മഹാതേജ ബ്രഹ്മദത്തം മഹീപതി. ദദൗ കന്യാശതം രാജാ സുപ്രീതേനാന്തരാത്മനാ. യഥാക്രമം തഥാ പാണിം
ജഗ്രാഹ രഘുനന്ദന ബ്രഹ്മദത്തോ മഹീപാലസ്താസാം ദേവപതിർയഥാ സ്പൃഷ്ടമാത്രേ തദാ പാണൗ വികുബ്ജാ വിഗതജ്വര യുക്തം പരമയാ ലക്ഷ്മ്യാ ബഭൗ കന്യാശതം തഥാ സ ദൃഷ്ട്വാ വായുനാ മുക്താ കുശനാഭോ മഹീപതി ബഭൂവ പരമപ്രീതോ ഹർഷം ലേഭേ പുനഃ പുനഃ കൃതോദ്വാഹം തു രാജാനം ബ്രഹ്മതത്തം മഹീപതിം സദാരം പ്രേഷയാമാസ സോപാധ്യായഗണം തഥാ സോമദാപി സുതം ദൃഷ്ട്വാ പുത്രസ്യ സദൃശീം ക്രിയാം യഥാ ന്യായം ച ഗന്ധർവോ സ്നുഷാസ്താ പ്രത്യനന്തത സ്പൃഷ്ട്വാ ച താ കന്യാ കുശനാഭം പ്രശസ്യ ച. ഇത്യാശ്രീ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ത്രയസ്ത്രിംശഃ സർഗഃ. വാൽമീകി രാമായണത്തിലെ 32-ാം സർഗത്തിൻ്റെ തുടർച്ചയായി കുശനാഭ കന്യകമാരെ ബ്രഹ്മദത്തന് വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് ഈ 33-ാം സർഗത്തിൽ വിവരിക്കുന്നത്. ആ വിവരണം ഇങ്ങനെയാണ്. അതായത്, ധീമാനായ വളരെ ബുദ്ധിമാനായ ആ കുശനാഭ രാജാവിൻ്റെ വാക്ക് കേട്ടിട്ട് 100 കന്യകമാരും ശിരസ്സുകൊണ്ട് പാദങ്ങളെ വണങ്ങിയവരായി ഇങ്ങനെ പറഞ്ഞു: രാജാവേ, എല്ലാ പ്രാണികളുടെ ദേഹത്തിലും ഉള്ളവനായ വായു ധർമ്മമാർഗത്തെ അനുസരിച്ചില്ല, ദുർമാർഗത്തെ അവലംബിച്ച് അപമാനിക്കുവാൻ മുതിരുന്നു. ഞങ്ങളെല്ലാവരും സന്മാർഗം ഉപദേശിക്കപ്പെട്ടു, എങ്കിലും ആ വായുദേവൻ കാമാധീനനായി തീർന്നു. ഞങ്ങൾ അച്ഛൻ അധീനകൾ ആകുന്നു, സ്വതന്ത്രകളായി ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നില്ല. ഭവാൻ ഞങ്ങളോട് അച്ഛനോട് ചോദിക്കുക, ഞങ്ങളെ ഭവാന് തരുന്നുവെങ്കിൽ അങ്ങയുടെ ഭാഗ്യം. ഇപ്രകാരം പറയപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും ധർമ്മവചനത്തെ സ്വീകരിക്കാതെ അധർമ്മമാർഗാനുസാരിയായ ആ വായുദേവനാൽ ഹിംസിക്കപ്പെട്ടു. അവരുടെ ആ വാക്ക് കേട്ടിട്ട് അതിധാർമ്മികനും മഹാതേജസ്വിയുമായ രാജാവ് അനുത്തമമായ, അതായത് നിസ്തുല്യമായ ആ കന്യകാശതത്തോടായി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ പുത്രിമാരെ, ക്ഷമയുള്ളവർക്ക് ആചരിക്കേണ്ടതായ പൊറുക്കുക എന്നത് നിങ്ങൾ നന്നായി കാണിക്കപ്പെട്ടു. ഒത്തൊരുമ കൈക്കൊണ്ട് എൻ്റെ കുലവും ഗൗരവപ്പെടുത്തപ്പെട്ടു. ക്ഷമ തന്നെയാണ് സ്ത്രീകൾക്കും പുരുഷനും ഭൂഷണമായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകമായി ദേവന്മാരുടെ സംഗതിയിൽ ആ ക്ഷമ അസാധാരണമായ ഗുണം തന്നെ. അല്ലയോ പുത്രിമാരെ, നിങ്ങളുടെ എല്ലാവരുടെയും ഏകമനസ്സോടെ കാണിച്ചതായ ആ ക്ഷമാശീലം ഏറ്റവും ശ്ലാഘിക്കത്തക്കത് തന്നെ. പുത്രിമാരെ, ക്ഷമ തന്നെയാണ് ദാനം, ക്ഷമ തന്നെയാണ് സത്യം, ക്ഷമ തന്നെയാണ് യജ്ഞം എന്ന് തന്നെയല്ല, ക്ഷമയാകുന്നു കീർത്തി, ക്ഷമയാകുന്ന ധർമ്മം, ക്ഷമയിൽ ലോകം സ്ഥിതി ചെയ്യുന്നു. ഹേ കാകുത്സ്ഥ, ഇപ്രകാരം പ്രശംസിച്ച് കന്യകമാരെ പറഞ്ഞയച്ച ശേഷം ദേവതുല്യ പരാക്രമിയും കാര്യാലോചനയിൽ സമർത്ഥനുമായ രാജാവ് മന്ത്രിമാരോടുകൂടി വിവാഹത്തെ സംബന്ധിച്ച് തക്ക സ്ഥലത്തിൽ തക്ക സമയത്തിൽ തക്കതായ വരനായിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളവയും കുറിച്ചും ആലോചന ചെയ്തു. ഇപ്രകാരം ഇരിക്കെ ഇതേ കാലത്തിൽ ഊർധ്വരേതസ്സും സദാചാരയുക്തനുമായ ചൂലി എന്ന പ്രസിദ്ധനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ബ്രഹ്മധ്യാന തപസ്സിനെ കൈക്കൊണ്ടിരുന്നു ആ മഹർഷി. ആ സ്ഥിതിയിൽ തപസ് ചെയ്യുന്ന ആ മഹർഷിയെ ഊർമിളയുടെ പുത്രിയായ സോമത എന്ന ഗന്ധർവ സ്ത്രീ അക്കാലം ശുശ്രൂഷ ചെയ്തു വന്നു. നിനക്ക് നന്മയുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ. ധർമ്മിഷ്ഠയായ അവൾ അദ്ദേഹത്തെ നല്ലപോലെ വണങ്ങിയവളായി ശുശ്രൂഷയിൽ താല്പര്യത്തോടു കൂടിയവളായി വസിച്ചു. ഒരിക്കൽ ഗുരു അവളിൽ സന്തുഷ്ടനായി ഭവിച്ചു. കാലം ഉചിതമായി ഇരുന്നതിനാൽ അദ്ദേഹം അവളോടായി ഇങ്ങനെ പറഞ്ഞു: ഞാൻ അതിസന്തുഷ്ടനായി ഭവിച്ചിരിക്കുന്നു. ദേവിക്ക് സകല സൗഭാഗ്യങ്ങളും ഉളവാകട്ടെ. ഭവതിയുടെ ഇഷ്ടം യാതൊന്നോ അത് ഞാൻ സാധിപ്പിക്കാം. സംസാരിക്കുന്നതിൽ വിദഗ്ധനായ മുനിയെ നല്ല സന്തുഷ്ടി പൂണ്ടവനായി കണ്ട്
അതിപ്രീതിയുക്തയും വാക്യവിശാരതയും മധുരഭാഷിണിയുമായ ആ ഗന്ധർവ സ്ത്രീ പ്രകാരം പറഞ്ഞു. അവിടുന്ന് ബ്രഹ്മതേജസ്സിനാൽ ശ്രേഷ്ഠൻ, ബ്രഹ്മദേവ സമാനൻ, മഹാതേജസ്വി, ബ്രഹ്മസംബന്ധമായ തപോമഹിമയോട് കൂടിയവനായ ധാർമ്മികനായ ഒരു പുത്രനെ ഞാൻ ഇച്ഛിക്കുന്നു. അവിടുത്തെ തിരുവുള്ളം ഉണ്ടാകണം. ഞാൻ ഭർത്താവില്ലാത്തവളാണ്, യാതൊരുത്തൻ്റെയും ഭാര്യ അല്ല. ബ്രഹ്മജ്ഞനായ അങ്ങനെ ശരണം പ്രാപിച്ചവളായ എനിക്ക് ഒരു പുത്രനെ മാത്രം നൽകുവാൻ അവിടുന്ന് കൃപ ചെയ്താലും. അവൾക്ക് ആയിക്കൊണ്ട് പ്രസന്നനായ ബ്രഹ്മർഷി ബ്രഹ്മദത്തൻ എന്ന് വിഖ്യാതനും ശ്രേഷ്ഠനുമായ പുത്രനെ ചൂലി മഹർഷിയുടെ മനസ്സാൽ സങ്കല്പിക്കപ്പെട്ട പുത്രനായി കൊടുത്തു. ഇപ്രകാരം ബ്രാഹ്മണദത്തൻ എന്ന ഹേതുവാൽ ബ്രാഹ്മണനെന്നിരുന്നാലും ക്ഷത്രിയ സ്ത്രീയായ സോമതി എന്ന ഗന്ധർവ സ്ത്രീയുടെ പുത്രനായ അദ്ദേഹം ക്ഷത്രിയൻ തന്നെ ആകുന്നു. അക്കാരണത്താൽ കാമ്പിലി എന്ന പട്ടണത്തിൽ ദേവേന്ദ്രൻ ദേവലോകത്തിൽ എന്ന വണ്ണം ഏറ്റവും വൈഭവത്തോടെ ആണ്ടുവന്നിരുന്നു. ഹേ കാകുത്സ്ഥ, അക്കാലം അതിധർമ്മിഷ്ഠനായ കുശനാഭൻ എന്ന ആ രാജാവ് ബ്രഹ്മദത്തനായിക്കൊണ്ട് കന്യാശതത്തെ പ്രദാനം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. മഹാതേജസ്വിയായ രാജാവ് ആ മഹീപതിയായ ബ്രഹ്മദത്തനെ കൂട്ടിക്കൊണ്ടുവന്ന് അത്യാനന്ദം പൂണ്ട മനസ്സോടുകൂടിയവനായി തൻ്റെ 100 കന്യകമാരെയും പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. ഹേ രഘുനന്ദന, ദേവേന്ദ്രൻ എന്ന പോലെ ഭൂമി സംരക്ഷകനായ ബ്രഹ്മദത്തൻ അവരുടെ കരങ്ങളെ ആ സമയം വിധിപ്രകാരം ഗ്രഹിച്ചു. കരങ്ങൾ ഗ്രഹിക്കപ്പെട്ടപ്പോൾ ഉടനെ അക്കാരണത്താൽ ആ സമയം മുതൽ കുരൂപം നീങ്ങിയവരായി ആ 100 കന്യകമാരും അത്യന്തം മനസ്താപമറ്റവരായി വൈഭവത്തോടുകൂടി വിളങ്ങി. ആ രാജാവായ കുശനാഭൻ വായുവിനാൽ അവർ ത്യജിക്കപ്പെട്ടവരായി കണ്ട് അതിൽ സന്തുഷ്ടനായി ഭവിച്ചു. മേൽക്കുമേൽ ആനന്ദം പൂണ്ടു. പിന്നെ മഹീപതിയും വിവാഹിതനുമായ ബ്രഹ്മദത്ത രാജാവിനെ ആ സമയം പത്നിമാരോടു കൂടിയവനായി ബ്രാഹ്മണ സംഘത്തോടു കൂടി യാത്രയാക്കി. ഗന്ധർവ സ്ത്രീയായ സോമതയും അത്യാനന്ദഭരിതയായി ആ കന്യകമാരെ കണ്ട് ആലിംഗനം ചെയ്ത് ആ മകൻ്റെ ഭാര്യമാരെയും മകൻ്റെ ഉത്തമമായ വിവാഹക്രിയയെയും കുശനാഭ മഹാരാജാവിനെയും തക്കവണ്ണം പുകഴ്ന്ന് അഭിനന്ദിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ത്രയസ്ത്രിംശ സർഗഃ സമാപ്തം. 33-ാം സർഗം അവസാനിച്ചു.